നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്ത. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രഖ്യാപിച്ച് മന്ത്രി എം വി രാജേഷ്. കേരള നഗരനയ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. ദേശീയ കോൺക്ലേവ് വൃത്തി 2025 ഏപ്രിൽ 10 മുതൽ 12 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നിർവഹിച്ച് മന്ത്രി എം വി രാജേഷ്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ 934 ഗ്രാമപഞ്ചായത്തുകൾ, 82 മുനിസിപ്പാലിറ്റികൾ, 5 കോർപ്പറേഷനുകൾ എന്നിവ മാലിന്യമുക്തമാക്കിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 19,489 പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ 19,093, 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1021, 97.96% വാർഡുകളും 98.47% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമാക്കിയിട്ടുണ്ട്. ആകെ 99.26% ഗ്രാമപഞ്ചായത്തുകളും 94.25% നഗരസഭകളും മാലിന്യമുക്തമായതായി പ്രഖ്യാപിക്കപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. സർക്കാർ നിർദ്ദേശിച്ച 13 മാനദണ്ഡങ്ങൾ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ നേട്ടം കൈവരിച്ചത്. നേട്ടം കൈവരിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പുരോഗതിയും വിവിധ മേഖലയിലുള്ളവർ അടങ്ങുന്ന വിദഗ്ധ സമിതി പരിശോധിച്ചാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. കേരള നഗരനയ കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. കേരളം അടുത്ത 25 വർഷം അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളും സാധ്യതകളും നേരിടാനുള്ള മാർഗങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത്. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ്, നഗരനയ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം സതീഷ് കുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ IAS തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരനയ രൂപീകരണത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ പ്രവർത്തനമാണ് കേരളം കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത 25 വർഷത്തെ കേരളത്തിൻ്റെ വികസനം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സമഗ്ര വികസന നയത്തിനാണ് കമ്മീഷൻ രൂപം നൽകിയത്. സർക്കാർ ഇത് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതോടെ ഔദ്യോഗികമായി നിലവിൽ വരുമെന്നും മന്ത്രി എം വി രാജേഷ് അറിയിച്ചു. കേരള അർബൻ പോളിസി കമ്മീഷൻ്റെ ടെക്നിക്കൽ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നത് കിലയാണ്. 2359 പേജുകളുള്ള നഗരനയ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ സമഗ്ര വികസന സാധ്യതകളാണ് ഉയർത്തിക്കാട്ടുന്നത്. അതിവേഗത്തിൽ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നതിനാൽ 2050 ആകുമ്പോഴേക്കും കേരളത്തിലെ നഗരവൽക്കരണം 80% കവിയുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ പ്രതിരോധ ശേഷി സംയോജിപ്പിക്കുന്ന ഒരു അപകട സാധ്യതാ മാസ്റ്റർ പ്ലാൻ, ഒരു ഡിജിറ്റൽ ഡാറ്റ ഒബ്സർവേറ്ററി സ്ഥാപിക്കൽ, ഹരിത ഫണ്ടുകളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് ഒരു കാലാവസ്ഥാ ധനകാര്യ ഉപദേശക സെൽ എന്നിവയും, ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് നഗരവികസന പദ്ധതികളിൽ ഗ്രീൻ ഫീസ്, ഖരമാലിന്യ മാനേജ്മെൻറ്റ്, കാലാവസ്ഥാ ദുരന്ത നിവാരണത്തിനായി പ്രത്യേക സെല്ലുകൾ രൂപീകരിക്കുക, സംസ്ഥാന സർവകലാശാലകളെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഗവേഷണ നവീകരണ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നിങ്ങനെയും നിർദ്ദേശിക്കുന്നു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനുകളുമായി ബന്ധിപ്പിച്ച് 6 മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. കൂടാതെ കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധത്തിന് അപകട സാധ്യതാ മാസ്റ്റർ പ്ലാൻ വികസനം, കാര്യക്ഷമമായ നഗരസഭാ ഭരണത്തിന് സിറ്റി ക്യാബിനറ്റ്, തദ്ദേശ സ്ഥാപനങ്ങളിൽ സാങ്കേതിക പരിജ്ഞാനത്തിനായി ജ്ഞാനശ്രീ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നു. പ്രാദേശിക പ്രത്യേകതകൾക്കനുസരിച്ച് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന നഗര മാതൃകകളിൽ തൃശൂർ, കൊച്ചി ഫിൻടെക് ഹബ്ബായും, പാലക്കാട്, കാസർഗോഡ് എന്നിവ വ്യാവസായിക സ്മാർട്ട് സിറ്റികളായും, തിരുവനന്തപുരം, കൊല്ലം നോളജ് കോറിഡോർ ഗവേഷണ നവീകരണ കേന്ദ്രമായും നിർദ്ദേശിക്കുന്ന സിറ്റി ബ്രാൻഡിംഗ് ആണ് റിപ്പോർട്ടിങ്ങിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. കണ്ണൂരിനെ ഫാഷൻ സിറ്റിയായി ശുപാർശ ചെയ്യുന്നു. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി ബ്രാൻഡ് ചെയ്യാനും നിർദ്ദേശിക്കുന്നു. കൂടാതെ കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, എറണാകുളം എന്നിവ വിദ്യാഭ്യാസ ആരോഗ്യ കേന്ദ്രങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദേശീയ കോൺക്ലേവ് വൃത്തി 2025 ഏപ്രിൽ 10 മുതൽ 12 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. കോൺഫറൻസുകളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും കോൺക്ലേവിൻ്റെ ഭാഗമാവും. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെപ്പറ്റിയും വിശദമായ ചർച്ചകൾക്കും പരിഹാരാന്വേഷണങ്ങൾക്കും വഴിയൊരുക്കുക എന്നതാണ് സെഷനുകളുടെ ലക്ഷ്യം. ദ്രവഖര മാലിന്യ സംസ്കരണം,
കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി വിവിധ മേഖലകളാക്കി തിരിച്ചാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അമൃത് മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, അക്കാദമിക സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. കിലയോടൊപ്പം ശുചിത്വ മിഷൻ, കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി, കുടുംബശ്രീ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഹരിത കേരളം മിഷൻ, ക്ലീൻ കേരള കമ്പനി, ഇംപാക്റ്റ് കേരള, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം, IKM, മലിനീകരണ നിയന്ത്രണ ബോർഡ്, അമൃത് കേരള, വിവിധ സർക്കാർ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുക്കും. ജനക്ഷേമ പ്രവർത്തനങ്ങളെ മുൻനിർത്തി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബജറ്റ് അവതരണം നടന്നു. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരസഭ 48.71 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. 48,71,07,894 രൂപ വരവും 37,73,44,300 രൂപ ചെലവും 10,97,73,594 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് G. തുളസീധരൻ പിള്ള അവതരിപ്പിച്ചത്. തൊഴിലിനും മാലിന്യ പരിപാലനത്തിനും കാർഷിക വികസനത്തിനും ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. പ്രസിഡന്റ് S. കുമാരി അധ്യക്ഷയായി. ചേർത്തല നഗരസഭ തയ്യാറാക്കിയ ബജറ്റിൽ വയോജനങ്ങളെയും കുട്ടികളെയും ചേർത്തുപിടിക്കുന്നതും ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഊന്നൽ നൽകുന്നതുമായ പദ്ധതികളാണ് ഉള്ളത്. 74,89,36,571 രൂപ ചെലവും 73,40,15,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് ചെയർമാൻ TS അജയകുമാറാണ് അവതരിപ്പിച്ചത്. ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷയായി. തെരുവുനായ ശല്യം കൂടുന്ന സാഹചര്യത്തിൽ ABC പദ്ധതിക്ക് ഊന്നൽ നൽകി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക ബജറ്റ്. ബ്ലോക്കിലെ പഞ്ചായത്തുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായിപ്പറമ്പ് പറഞ്ഞു. വിവിധ മേഖലകളിലായി 49 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപ്പാദന മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ ടീച്ചർ അധ്യക്ഷയായി. എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ മിച്ച ബജറ്റിൽ വയോജന വനിതാ ക്ഷേമത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. വയോജനങ്ങൾക്കായി ജെറിയാട്രിക് ക്ലിനിക്കുകളും വയോ പാർക്കുകളും കെയർ ഹോമുകളും ഉൾപ്പെടെ വിവിധങ്ങളായ പദ്ധതികളും, സ്ത്രീ ശാക്തീകരണത്തിനായി പ്രീമിയം ഹോട്ടൽ, പ്രറ്റി ലാസ്റ്റ്, ഷീഫിറ്റ്, മത്സ്യഗന്ധി, ആരോഗ്യലക്ഷ്മി തുടങ്ങിയ നൂതന പദ്ധതികളും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ് അവതരിപ്പിച്ച ബജറ്റ് വിഭാവനം ചെയ്യുന്നു. 149.81 കോടി രൂപ ആകെ വരവും 148.35 കോടി രൂപ ചെലവും 1.45 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ 34.93 കോടി രൂപ വരവും 34.49 കോടി രൂപ ചെലവും 44.64 കോടി രൂപ മിച്ചവും വരുന്ന ബജറ്റ് അവതരിപ്പിച്ചു. ലഹരി പ്രതിരോധവും ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട നിരവധി പദ്ധതികളും ഉറപ്പുവരുത്തിയാണ് ബജറ്റ് വൈസ് പ്രസിഡന്റ് P. അനിതകുമാരി അവതരിപ്പിച്ചത്. പ്രസിഡന്റ് TR അനിൽ അധ്യക്ഷനായി. കേരളത്തിൽ വിവിധ മേഖലകളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നതിനും പഠിക്കുന്നതിനുമായി ഗോവയിൽ നിന്നുള്ള സംഘം കിലയിൽ സന്ദർശനം നടത്തി. കില അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ അമൃത KPN സംഘത്തെ അഭിസംബോധന ചെയ്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 20 അംഗ സംഘമാണ് കിലയിലെത്തിയത്. മാർച്ച് 24 മുതൽ 27 വരെയായിരുന്നു സന്ദർശനം. വയോജന സൗഹൃദം, കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യവും, വേസ്റ്റ് മാനേജ്മെൻറ്റ്, സാമൂഹ്യ സുരക്ഷിത ഗ്രാമം, ശിശു സൗഹൃദ ഗ്രാമം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനായിരുന്നു ഗോവൻ സംഘം എത്തിയത്. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പുതുമയും പഴമയും തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് ധാരണ സൃഷ്ടിക്കുക, പഴയകാല കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക, പുതുതലമുറയുടെ കാഴ്ചപ്പാട് പഴയ തലമുറയുമായി പങ്കുവയ്ക്കുക എന്നീ ആശയങ്ങളുമായാണ് സംഗമം നടത്തിയത്. പഞ്ചായത്ത് അംഗം PV പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ CDS ചെയർപേഴ്സൺ കവിത മധു അധ്യക്ഷയായി. തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികളും നടന്നു. ലഹരി ഉപയോഗം തടയുന്നതിൻ്റെ ഭാഗമായി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ലഹരി മുക്ത റാലിയും ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ശാസ്താംകോട്ട എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷയായി. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷിനു ദാസ് ക്ലാസ് നയിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് B. ദിനേശ്, BDO ജോർജ് അലൂഷ്യസ് എന്നിവർ സംസാരിച്ചു. വിളർച്ച ബാധിതരായ കൗമാരക്കാർക്ക് താങ്ങാകാൻ പോഷകാഹാര പദ്ധതിയുമായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത്. ആർത്തവം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, ഇരുമ്പും ഫോളിക് ആസിഡും അടങ്ങിയ ഭക്ഷണമില്ലായ്മ, വിരബാധ എന്നിവ കാരണമുണ്ടാകുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ
2024-25 വാർഷിക പദ്ധതിയിൽ 3,50,000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവിടുന്നത്. ആരോഗ്യമുള്ള തലമുറകൾക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. അങ്കണവാടി പ്രവർത്തകർ, ICDS സൂപ്പർവൈസർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടെ ബ്ലോക്ക് പരിധിയിലെ 7 പഞ്ചായത്തുകളിലും രോഗപരിശോധന നടത്തി. ഹീമോഗ്ലോബിൻ്റെ അളവിൽ കുറവ് കണ്ടെത്തിയ 10-നും 18-നും ഇടയിൽ പ്രായമുള്ള 456 പെൺകുട്ടികൾക്ക് ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നതിൻ്റെ ഭാഗമായി കൊല്ലത്ത് ജില്ലാതല കുടുംബശ്രീയുടെ ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. തങ്കശ്ശേരി D4 റിസോർട്ടിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ അധ്യക്ഷനായി. KSFE ചെയർമാൻ K. വരദരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് കോർഡിനേറ്റർ R. രതീഷ് കുമാർ, ജെൻഡർ DPM R. ബീന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ K. രാജശേഖരൻ, R. ഗീത, TR. സജില എന്നിവർ സംബന്ധിച്ചു. അതിക്രമങ്ങൾ തടയുകയും സ്ത്രീ സൗഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുകയുമാണ് ക്രൈം മാപ്പിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ പന്മന, ശാസ്താംകോട്ട, വിളക്കുടി, നെടുമ്പന, പനയം, ചിറക്കര ഗ്രാമപഞ്ചായത്തുകളെയാണ് ക്രൈം മാപ്പിംഗ് പഠനത്തിനായി തിരഞ്ഞെടുത്തത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയെ ഏപ്രിൽ 7-ന് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ചേംബറിൽ ചേർന്ന ജില്ലാതല നിർവഹണ സമിതി യോഗത്തിലാണ് തീരുമാനം. C. കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ മന്ത്രിമാരായ KN. ബാലഗോപാൽ, J. ചിഞ്ചുറാണി, MP-മാർ, MLA-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, അയൽക്കൂട്ടങ്ങൾ, സംഘടനകൾ, CDSകൾ, ഹരിതകർമ്മ സേനകൾ, NSS യൂണിറ്റുകൾ, സർക്കാർ വകുപ്പുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യക്തികൾ, വീടുകൾ എന്നിവയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P. K. ഗോപൻ അധ്യക്ഷനായി. മലപ്പുറം ജില്ലയിലെ കോഡൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഇനിയും ഇതുവരെയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M. K. റഫീഖ നിർവഹിച്ചു. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ കോർത്തിണക്കിയാണ് ഇനിയും ഇതുവരെ എന്ന ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ചോലക്കൽ റാബിയ അധ്യക്ഷത വഹിച്ചു. വിധവകൾക്ക് വേണ്ടിയുള്ള ഉണരാം ഉയർത്താം എന്ന പദ്ധതി പ്രകാരം വിധവകളുടെ ഉന്നമനത്തിനായാണ് കോഡൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെൻ്ററും സംയുക്തമായി ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത്. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധമാകാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആലോചനാ യോഗം ചേർന്നു. 20 ലക്ഷം പേർ അണിനിരത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ബോധവത്കരണ പരിപാടികളാണ് ആലോചിക്കുന്നത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം ജോബ് ഫെസിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷത വഹിച്ചു. അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായകരമാകുന്ന കൗൺസിലിംഗ് സേവനം സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, യുവജനക്ഷേമ ബോർഡ്, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല ദേവാനന്ദ്, MS സുജിത്, കില റിസോഴ്സ് പേഴ്സൺ പ്രൊഫസർ MV മധു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്കിലും വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള സ്റ്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് അംഗം ശ്രീകണ്ഠൻ അധ്യക്ഷനായി. ജില്ലാ ഫെസിലിറ്റേറ്റർ സുഭാഷ് ചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലാ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം ഏപ്രിൽ 7-ന് വിപുലമായ പരിപാടികളോടെ തിരുനക്കര മൈതാനത്ത് നടക്കും. പ്രഖ്യാപന ചടങ്ങിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായ വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സെമിനാർ, കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന ഉപകരണങ്ങളുടെ പ്രദർശനം, പഞ്ചായത്തുകളും നഗരസഭകളിലും നടന്ന മാതൃകാ പ്രവർത്തനങ്ങളുടെ അവതരണം എന്നിവയും നടക്കും. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ മന്ത്രി VN വാസവൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് ഈ തീരുമാനം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹിൽ പാലസ് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അനൂപ് ജേക്കബ് MLA പ്രഖ്യാപനം നടത്തി. പുരാവസ്തു വകുപ്പും പൈതൃക പഠന കേന്ദ്രവും തൃപ്പൂണിത്തുറ നഗരസഭയും ഹരിത കേരള മിഷനും സംയുക്തമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഹിൽ പാലസ് ക്യാമ്പസിനെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് നടത്തിയത്. 50 ഏക്കറോളം വരുന്ന പ്രദേശത്ത് 30-ലധികം കെട്ടിടങ്ങളുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെയും ക്യാമ്പസിൻ്റെയും പരിപാലനം നിലവിൽ പുരാവസ്തു വകുപ്പും പൈതൃക പഠന കേന്ദ്രവും സംയുക്തമായാണ് നിർവഹിച്ചു വരുന്നത്.
ക്യാമ്പസിൻ്റെ ശുചീകരണം, പരിപാലനം, സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്കായി 34 തൊഴിലാളികളെ പഠന കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ്, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ, പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോക്ടർ MR രാഘവ വാര്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. കാട്ടിക്കുളം മഹാത്മാഗാന്ധി കലാ സാംസ്കാരിക വേദിയിലെ യോഗത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി അധ്യക്ഷനായി. പരിപാടിയിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ മുഖ്യാതിഥിയായി. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് ചോറ്റാനിക്കര പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് MR രാജേഷ് അധ്യക്ഷനായി. പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ചോറ്റാനിക്കര ജംഗ്ഷനിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് റാലി സംഘടിപ്പിച്ചു. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിൽ മികച്ച പിന്തുണ നൽകിയ ചോറ്റാനിക്കര ഹരിതകർമ്മസേന, കുടുംബശ്രീ, മാലിന്യ സംസ്കരണ തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഇലങ്ങി ഗ്രാമപഞ്ചായത്തിനെ ഹരിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷയായി. ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകകളായ കുടുംബശ്രീ യൂണിറ്റുകളെയും ADS യൂണിറ്റുകളെയും വ്യക്തികളെയും ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ചടങ്ങിന് മുന്നോടിയായി ഇലഞ്ഞി ബസ് സ്റ്റാൻഡ്, ഗാന്ധി സ്ക്വയറിൽ നിന്നും ഹരിത റാലി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പൂതൃക്ക ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്തായതായി മനോജ് മൂത്തടൻ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 14 വാർഡുകളെയും നേരത്തെ തന്നെ മാലിന്യമുക്തമാക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP വർഗീസ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി അലക്സ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജോയ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുപ്രവർത്തനത്തിൻ്റെ തിരക്കിലും പഠിച്ചു നേടിയ ഡോക്ടറേറ്റിൻ്റെ തിളക്കവുമായി മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ. കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ വനിതകളുടെ പങ്ക് എന്നതായിരുന്നു ഗവേഷണ വിഷയം. പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് ഡോക്ടർ KP വഹീദ. കുറ്റിപ്പുറം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു വഹീദ. കോഴിക്കോട് വടകര നഗരസഭ സുസ്ഥിര മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. നഗരസഭാ വളപ്പിൽ നടത്തിയ ചടങ്ങ് ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഹരിത സ്ഥാപനമായി മാറിയ കേരള വാട്ടർ അതോറിറ്റി സെക്ഷൻ, സബ് ഡിവിഷൻ, PH ഡിവിഷൻ എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടത്തി. വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ KP രമേശൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. കൊടുവള്ളി നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം ചെയർമാൻ വെള്ളറ അബ്ദു നിർവഹിച്ചു. പ്രഖ്യാപന ശേഷം വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പരിപാടിയിൽ മാലിന്യ പരിപാലനത്തിൽ നഗരസഭയുടെ നേട്ടങ്ങൾ, നിലവിലെ സ്ഥിതി എന്നിവ നഗരസഭാ സെക്രട്ടറി K സുധീർ അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ VC നൂർജഹാൻ, സ്ഥിരസമിതി അധ്യക്ഷർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതി ആലപ്പുഴയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പൂർത്തീകരണ പ്രഖ്യാപനങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാതല പ്രഖ്യാപനം ഏപ്രിൽ 5-ന് തണ്ണീർമുക്കത്ത് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. ജില്ലയിലെ 72 ഗ്രാമപഞ്ചായത്തുകളും 6 നഗരസഭകളും വിപുലമായ പരിപാടികളോടെയാണ് പ്രഖ്യാപനം സംഘടിപ്പിച്ചത്. ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത കലാലയങ്ങൾ എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ജില്ലയിലെ MP-മാർ, MLA-മാർ തുടങ്ങി ജനപ്രതിനിധികൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പരിപാടികളിൽ പങ്കാളികളായി. ഏപ്രിൽ 3-ന് 12 ബ്ലോക്കുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രഖ്യാപനങ്ങൾ നടക്കും. കണ്ണൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നു. തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രഖ്യാപിച്ചു. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തിരുവങ്ങാട് ക്ഷേത്രം, സീവ്യൂ പാർക്ക്, തലശ്ശേരി കോട്ട, ഓവർബറീസ് ഫോളി, ജഗന്നാഥ ക്ഷേത്രം, ഹെർമൻ ഗുണ്ടട്ട് ബംഗ്ലാവ്, കടൽപ്പാലം എന്നിവ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായും പ്രഖ്യാപിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ, സ്ഥിരം സമിതി അംഗങ്ങൾ, ക്ലീൻ സിറ്റി മാനേജർ N ബിന്ദു, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു ചടങ്ങിൽ കതിലൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രഖ്യാപിച്ചു. കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും നിയമസഭാ സ്പീക്കർ പ്രഖ്യാപിച്ചു.
കുറിച്ചിയിൽ നടന്ന പരിപാടിയിൽ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT സെയ്തു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KA ലസിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പ്രഖ്യാപനം KV സുമേഷ് MLA നിർവഹിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ T സരള, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി PV രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. സാമൂഹിക നീതിയിലും പ്രതിബദ്ധതയിലും അധിഷ്ഠിതമായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ കാണാം. ഭാരതഭൂമിയുടെ തെക്കേ മണ്ണിൽ കേരളത്തിൻ്റെ അക്ഷരനഗരിയായി 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലയാണ് കോട്ടയം. പച്ചപുതച്ചു നിൽക്കുന്ന മലനിരകളും കണ്ണഞ്ചിപ്പിക്കുന്ന തടാകങ്ങളും തണുപ്പേകുന്ന ശീതവനാന്തരങ്ങളുമൊക്കെയാണ് കോട്ടയത്തിൻ്റെ ഭൂപ്രകൃതിയെ മനോഹാരിതയിലെത്തിക്കുന്നത്. മലയാള ഭാഷാ സംസ്കാരത്തിൻ്റെ സാക്ഷര സമ്പന്നതയിൽ ഇന്നും സധൈര്യം മുന്നിട്ട് നിൽക്കുന്ന കോട്ടയത്തിൻ്റെ വിരിമാറിൽ തിരുവനന്തപുരം അങ്കമാലി മെയിൻ സെൻട്രൽ പാതയുടെ സമീപത്തായി മീനച്ചിൽ താലൂക്കിലെ കുറവിലങ്ങാട് പഞ്ചായത്തിൽ കോഴ ആസ്ഥാനമാക്കി 1995 ഒക്ടോബർ 2 നിലവിൽ വന്ന ബ്ലോക്ക് പഞ്ചായത്താണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത്. കിഴക്ക് ലാലം ബ്ലോക്കിനും തെക്ക് ഏറ്റുമാനൂർ, പാമ്പാടി എന്നീ ബ്ലോക്കുകൾക്കും പടിഞ്ഞാറ് കടുത്തുരുത്തി ബ്ലോക്കിനും വടക്ക് പാമ്പാക്കുട ബ്ലോക്കിനും മധ്യേയായി 227.20 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കുറവിലങ്ങാട്, ഉഴവൂർ, മരങ്ങാട്ടുപള്ളി, വെളിയന്നൂർ, കാണക്കാരി, കടപ്ലാമറ്റം, രാമപുരം, മാഞ്ഞൂർ എന്നിങ്ങനെ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സുവർണ
ജനസംഖ്യയിൽ ഒട്ടുമിക്ക പേരും കൃഷിയിൽ അധിഷ്ഠിതമായി നാണ്യവിളകൾ കൃഷി ചെയ്യാറുണ്ടെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷവും റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കാർഷിക മേഖലയിൽ പുത്തൻ അധ്യായങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടിരിക്കുന്ന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക വിളകളുടെയും നാണ്യവിളകളുടെയും ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം നെൽകൃഷിയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകർക്ക് കൂലിച്ചിലവ് സബ്സിഡി അനുവദിക്കുകയും ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനായി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ചെക്ക് ഡാമുകളുടെ നിർമ്മാണം, തോടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയുടെ പ്രവർത്തനങ്ങളും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. കൃഷിക്കാണെങ്കിൽ ശരാശരി 1,50 ലക്ഷം രൂപ നിരക്കിൽ 5 വർഷം കൊണ്ട് 7.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കൂലിച്ചെലവ് സബ്സിഡിയാണ് കാർഷിക മേഖലയിൽ. നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിയാണ് പ്രധാനമായും ഞങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിലെ പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിച്ച് നടപ്പിലാക്കിയ മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, മൃഗസംരക്ഷണം, മാലിന്യ സംസ്കരണത്തിനായുള്ള മിനി MCF സ്ഥാപിക്കൽ എന്നിവ എടുത്തു പറയേണ്ട പദ്ധതികളാണ്. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഗ്രാമോദ്യാനം ഏറെ ജനശ്രദ്ധയാകർഷിച്ച പദ്ധതിയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2020-21 ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന MC റോഡിൻ്റെ സൈഡിൽ ഒരു ഗ്രാമോദ്യാനം എന്ന് പറയുന്ന പദ്ധതി, അത്യാകർഷകമായ ഒരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ദീർഘദൂര യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്പമൊന്ന് വിശ്രമിക്കുന്നതിനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പദ്ധതി. ക്ഷീരവികസനത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 8 ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന 33 ക്ഷീരസംഘങ്ങളുടെ ഭാഗമായ ഏകദേശം 2000-ഓളം ക്ഷീര കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോശക്തി കാലിത്തീറ്റ മിക്സിംഗ് യൂണിറ്റ് എന്ന സംരംഭത്തിന് തുടക്കമിട്ടു. 2019-20 വാർഷിക പദ്ധതിയോടനുബന്ധിച്ച് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നൂതനമായ ഒരു പദ്ധതിയായിരുന്നു കാലിത്തീറ്റ മിക്സിംഗ് യൂണിറ്റ്. ബ്ലോക്കിന് കീഴിൽ വരുന്ന 8 പഞ്ചായത്തുകളിലെ ഓരോ വനിതകളെ വീതം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ തുക ക്ഷീരമേഖലയിൽ ചിലവഴിച്ചതിൻ്റെ ഫലമായി കോട്ടയം ജില്ലാ തലത്തിൽ ബ്ലോക്കിന് ഏറെ പ്രശംസ നേടിക്കൊടുക്കാനും സംസ്ഥാനതല ക്ഷീരോത്സവത്തിൽ അവാർഡ് നേടാനും വഴിയൊരുക്കി. മൃഗസംരക്ഷണ മേഖലയിൽ പാൽ ഇൻസെൻറ്റീവ് ഇനത്തിൽ ഏകദേശം 7.5 കോടി രൂപയോ നടപ്പിലാക്കിയത്. സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം സാമൂഹിക ശുചിത്വത്തിനും ഏറെ പരിഗണന നൽകേണ്ട ഇന്നത്തെ സാഹചര്യത്തിൽ
മാലിന്യമുക്ത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി 3 സാമ്പത്തിക വർഷങ്ങളിലൂടെ 42 ലക്ഷം രൂപ ചിലവഴിച്ച് ആരംഭിച്ച പദ്ധതിയാണ് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ്. 8 ഗ്രാമപഞ്ചായത്തുകളിലെ പ്ലാസ്റ്റിക്കുകൾ സമൂലം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ഇവിടെ സ്ഥാപിതമായത്. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ബ്ലോക്ക് പഞ്ചായത്തിലെത്തിച്ച് ഷ്രെഡിംഗ് യൂണിറ്റിൽ ഷ്രെഡ് ചെയ്ത് ടാറിങ്ങിന് ഉപയോഗപ്പെടുത്തുന്നതുവഴി അജൈവ മാലിന്യമായ പ്ലാസ്റ്റിക്കിനെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത്
സമൂഹത്തെ സർവനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാവ്യാധിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഉഴവൂർ ഹോസ്പിറ്റൽ കോവിഡ് ഫസ്റ്റ് ലൈൻ പാലിക്കുന്നതിനും അവർക്കു വേണ്ട പരിചരണം നൽകുന്നതിനുമായി ഉഴവൂർ ബ്ലോക്കിൽ ഹോസ്പിറ്റലുകൾ മുഖാന്തരമുള്ള പ്രൈമറി, സെക്കൻഡറി പാലിയേറ്റീവ് ഹെൽത്ത് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. പ്രവർത്തനങ്ങളുടെ വിജയ നിമിഷങ്ങളിൽ കേരള സർക്കാരിന്റെ പ്രശംസിപത്രം ഏറ്റുവാങ്ങി ഞങ്ങൾ സമർപ്പിക്കുന്നു. മാലിന്യ സംസ്കരണത്തിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണാം. വയനാട് ജില്ലയിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ തനതായ ഇടപെടൽ നടത്തി മുന്നേറുന്ന പഞ്ചായത്താണ് മീനങ്ങാടി. രാജ്യത്തെ തന്നെ ആദ്യ കാർബൺ സന്തുലിത പഞ്ചായത്ത് എന്ന ബഹുമതിയോടൊപ്പം 4 തവണ തുടർച്ചയായി സ്വരാജ് ട്രോഫി പുരസ്കാരവും മീനങ്ങാടിയെ തേടിയെത്തിയിട്ടുണ്ട്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. മാലിന്യ സംസ്കരണത്തിലൂടെയും മറ്റ് സംരംഭ സാധ്യതകളിലൂടെയും മികച്ച വരുമാനം കരസ്ഥമാക്കി മുന്നേറുകയാണ് ഈ ശുചിത്വ സേന. മീനങ്ങാടി CDS, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേന വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേനകളിൽ ഒന്നാണ്. എല്ലാ മാസവും 50,000-ലധികം രൂപയുടെ വരവ് അല്ലെങ്കിൽ അവർക്ക് ശമ്പളമായി അതിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷെ ആ ശമ്പളം അവർ മൊത്തം ഒരേ രീതിയിലല്ല എടുക്കുന്നത്. അതിന് പകരം അവരുടെ തന്നെ ഏകദേശം 6ഓളം സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംരംഭത്തിൽ ഒരു ദിവസം പ്രവർത്തിക്കുന്ന ആൾ അടുത്ത ദിവസം ഹരിതകർമ്മസേന പ്രവർത്തനത്തിന് പോകുമ്പോൾ ഹരിതകർമ്മസേന അംഗമായി പ്രവർത്തിക്കുന്ന ആൾ അടുത്ത സംരംഭത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇവരുടെ ഒരു വേതനം ഏകദേശം തുല്യമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മികവാണ് മീനങ്ങാടി CDSന്റെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത്. അത് വളരെ നല്ല ഒരു മാതൃകയായിട്ടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും
സംരംഭ മേഖലയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ സാധ്യതയുണ്ടോ അതെല്ലാം പരീക്ഷിക്കുന്ന രീതിയിലാണ്. കേരള സംസ്ഥാനത്തിന്റെ നവകേരള മിഷനിൽ ഒന്നായ ഹരിത കേരള മിഷന്റെ ഭാഗമായാണ് 2018 ജൂലൈയിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേന ആരംഭിച്ചത്. പ്രാരംഭഘട്ടത്തിൽ കുറേ പേർ ഇതിലെ വരുമാനം വളരെ കുറവായതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോവുകയും പിന്നീട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ADS മുഖാന്തരം എല്ലാ വാർഡുകളിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുത്ത് അങ്ങനെ 38 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2023 ജൂലൈയിൽ ഹരിതമിത്രം ആപ്പ് പ്രവർത്തനമാകുകയും 100% കൈവരിക്കാൻ കഴിയുകയും ചെയ്തു. 2023 നവംബറോടുകൂടി എല്ലാ വാർഡും 100-ൽ 100 യൂസർ ഫീ കളക്ഷൻ നേടുകയുമുണ്ടായി. അതുപോലെ തന്നെ 2023-24 യൂസർ ഫീ ആയിട്ട് 53,08,755 രൂപയാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത്. 180.92 ടൺ മാലിന്യം ഹരിതകർമ്മ സേന വഴി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ശേഖരിച്ചു. റിജക്റ്റ് മാലിന്യങ്ങളുണ്ടാവും. അവ കോനാരിസ് എന്ന കമ്പനിക്കാണ് കൊടുക്കുന്നത്. കോനാരിസ് എന്ന കമ്പനി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും റിജക്റ്റ് ആയിട്ടുള്ള മാലിന്യങ്ങളും കൊണ്ടുപോകുന്നു. റീസൈക്കിൾ ആയിട്ടുള്ള മാലിന്യം 5 ടണ്ണോളം കഴിഞ്ഞ 23-24 വർഷത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ 1,31,300 കിലോ റിജക്റ്റ് മാലിന്യവും കൊണ്ടുപോയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും എണ്ണത്തിൽ ഓരോ വാർഡിലും വ്യത്യസ്തമാണെന്നിരിക്കെ എല്ലാവർക്കും ഏകീകൃത വേതനം ഉറപ്പുവരുത്തുന്നതിനായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനകൾ സേവനം അനുഷ്ഠിക്കുന്നത്. നിലവിൽ 6 ക്ലസ്റ്ററുകളായിട്ടാണ് അവർ ഫീൽഡിൽ ഇറങ്ങുന്നത്. 4 ക്ലസ്റ്റർ ആദ്യത്തെ 2 ആഴ്ചകളിൽ ഇറങ്ങുകയും അതിനുശേഷം കഫറ്റീരിയയിലും ഹോട്ടലിലും ജോലിയെടുക്കുന്നവർ 2ാം ഘട്ട ക്ലസ്റ്ററായിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വയനാട്ടിലെ ഇതിൽ ഏറ്റവും മാതൃകാപരമായിട്ട് മാലിന്യ സംസ്കരണത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മീനങ്ങാടി പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവരുടെ MCF സന്ദർശിക്കാനായിട്ട് നമ്മൾ വന്ന സമയത്ത് നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് ഷെറീന. ഞാൻ മീനങ്ങാടി പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യുന്നു. 2018 മുതൽ ഹരിതകർമ്മ സേനയിൽ വന്നിട്ടുണ്ട്. അന്ന് വന്ന സമയത്ത് കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തി. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം കുറേ ബുദ്ധിമുട്ട് കാരണം തിരിഞ്ഞു പോവുകയും പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് മുന്നോട്ട് കുറേ സംരംഭങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഈ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു. 2018 മുതൽ ഹരിതകർമ്മ സേന അംഗമായി പ്രവർത്തിച്ചു വരുന്നു. 2018 കാലയളവിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. വീടുകളിൽ എത്തുന്ന സമയത്ത് മാലിന്യം തരംതിരിച്ച് വെക്കുന്നതിനും യൂസർ ഫീയുള്ള കുറവും വലിയ ബുദ്ധിമുട്ടായി. ആളുകളുടെ മനോഭാവവും ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും തരംതിരിച്ച് മാലിന്യം എടുത്തു വെക്കുകയും ഞങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. 100% തന്നെ എല്ലാ വീടുകളിലും മാലിന്യ ശേഖരണം നടത്തി വരുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സപ്പോർട്ടും CDSൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ടും കൊണ്ട് ആണ് ഞങ്ങൾക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മീനങ്ങാടി പഞ്ചായത്തിലെ 17ാം വാർഡിൽ വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ടിപ്പം 4 വർഷമായി. അതിനു മുമ്പും വേറെ വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരെ ഒക്കെ ആശ്രയിച്ചുള്ളതായിരുന്നു. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമായി. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ വീട്ടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. കുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെയ്തു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെണ്ട പരിശീലനത്തിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോയിട്ടില്ല. ടൗണിലേക്ക് വരെ വരണമെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങള് മെയ് 5-ാം തീയതി ഒരു വിമാനയാത്ര നടത്തി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. അടുത്ത മാസം ഒരു കപ്പൽ യാത്ര പറഞ്ഞിട്ടുണ്ട്. അത് പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. 54 വയസ്സായി എനിക്ക്. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ടൂർ പോകുന്ന ഒരു വിമാനത്തിൽ കയറുന്നൊന്നും വിചാരിച്ചില്ല. അതിന് സാധിച്ചു തന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ വിഒ ഇവിടെ ചാർജ് എടുത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഒന്ന് പറക്കാൻ പോകണമെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മളെങ്ങനെ പറക്കുന്നു. അപ്പൊ മേഡം പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾ പറക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ആ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അന്നൊക്കെ വിശ്വസിക്കാൻ തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ ശരിക്കും പറന്നു. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗ്രീൻ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇതിനകത്ത് സാഫ് ഷോപ്പ്, LED ബൾബ് നിർമ്മാണം, അതിൻ്റെയൊക്കെ പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറെക്കുറെ തുടങ്ങാനായ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഞങ്ങളുടെ ഒരു ഓഫീസും കൂടെ ആ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉടനെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. ഞാൻ 14-ാം വാർഡിൽ ലേഡീസിന്റെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ CDSന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ഞങ്ങൾ 38 പേരുണ്ട് ഈ ഹരിത കർമ്മസേന അംഗങ്ങളായിട്ട്. അതിലെ 10 പേര് ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു. പഠിക്കാൻ പഞ്ചായത്ത് കൺസോർഷ്യനാണ് ഞങ്ങൾക്ക് 10,000 രൂപ തന്നത്. ആ വയസ്സിൽ ഞങ്ങൾ 10 പേര് ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടി. ഈ ഹരിത കർമ്മസേനന്റെ വണ്ടി ഞങ്ങളിൽ ഒരാൾ ഓടിക്കാനും തുടങ്ങി. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് 19 വാർഡുകളിലായി കുടുംബശ്രീയുടെ ഭാഗമായുള്ള ADS തീരുമാനിച്ചു നൽകിയ ഒരു വാർഡിൽ 2 വീതം 38 ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഓരോ വാർഡുകളിലും വാതിൽപ്പടിയിലെത്തി അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒന്നുകിൽ പൊതുയിടങ്ങളിൽ വലിച്ചെറിയുകയോ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിതരായിരുന്ന അജൈവ മാലിന്യങ്ങളാണ് 100% വീടുകളിൽ നിന്നും വളരെ ശാസ്ത്രീയമായി തരംതിരിച്ച് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നിലവിൽ ശേഖരിച്ചു വരുന്നത്. അത്തരം ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ സംഭരിച്ചു വെക്കുന്നതിനായി ഒരു വാർഡിൽ 5 മുതൽ 6 വരെ മിനി MCFകൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തന്നെ അവർക്ക് ലഭ്യമാക്കിയ വാഹനത്തിൽ മിനി MCFൽ നിന്നും പഞ്ചായത്ത് തലത്തിലുള്ള MCFലേക്ക് സാധനങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ അത് ശാസ്ത്രീയമായി തരംതിരിക്കുകയും പ്ലാസ്റ്റിക് പൊടിക്കുന്നതിനാവശ്യമായ ഷ്രെഡിംഗ് മെഷീനും പെറ്റ് ബോട്ടിൽ മുതലായവ ബെയിൽ ചെയ്യുന്നതിനാവശ്യമായ ബെയിലിംഗ് മെഷീനുകളുമെല്ലാം MCFൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്കരിച്ചു വരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിനാവശ്യമായ സോർട്ടിംഗ് ടേബിൾ അടങ്ങുന്ന MCF ആണ് ഈ ആവശ്യത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ആരംഭഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ചില വൈമുഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ 100% ആളുകളും ഈ പ്രക്രിയയുമായി പൂർണ്ണമായി സഹകരിക്കുകയും യൂസർ ഫീ നൽകി ഈ ഉദ്യമം വൻ വിജയമാക്കുന്നതിൽ ആത്മാർത്ഥമായി സഹകരിച്ച് വരികയും ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുണികളിൽ പുനരുപയോഗ സാധ്യതയുള്ളവ മറ്റാളുകൾക്ക് ഉപയോഗപ്പെടാവുന്ന തരത്തിൽ ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ സാറ്റ് ഷോപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരിച്ചു വരികയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഫിലമെന്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന LED ബൾബുകൾ വളരെ ചെറിയ പണം മുടക്കിയാൽ കേടായവ നന്നാക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഒരു ഭാഗത്ത് പണം ലാഭിക്കാനും മറുഭാഗത്ത് ഈ വേസ്റ്റ് ഒരു വലിയ പ്രയാസമാകുന്ന അല്ലെങ്കിൽ അത്തരം ഉപയോഗശൂന്യമായവ സംസ്കരിക്കുന്നതിന്റെ പ്രയാസം ഒഴിവാക്കുന്ന തരത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകി LED ബൾബുകൾ പുനരുപയോഗിക്കാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നു വരികയാണ്. പുതിയതായി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയിലൂടെ അപേക്ഷ ക്ഷണിച്ച് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് കിച്ചൺ ബയോ ബിന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആരംഭഘട്ടത്തിലുള്ള ഇനോക്കുലമാണ് ബയോബിന്നിനോടൊപ്പം നൽകുന്നത്. പിന്നെ തുടർച്ചയായി സമയബന്ധിതമായും ഇനോക്കുലം കിട്ടാത്തത് കൊണ്ട് പല ആളുകളും അത് വീടുകളുടെ ഒരു ഭാഗത്ത് വെക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടാകാറുള്ളത്. എല്ലാ മാസവും വീടുകളിൽ ചെല്ലാറുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ മുഖാന്തരം ഇനോക്കുലം വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതും മറ്റ് പൊതു പരിപാടികൾക്കുമെല്ലാം കാറ്ററിംഗ് ഗ്രൂപ്പായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഗ്രീൻ കഫ്റ്റീരിയയോടനുബന്ധിച്ച് കോഫി ഷോപ്പ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ജൈവ പച്ചക്കറി കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഫ്റ്റീരിയയിലേക്കും അതേപോലെ തന്നെ ജനകീയ ഭക്ഷണശാലയ്ക്ക് ആവശ്യമായ പച്ചക്കറി ജൈവ പച്ചക്കറി അവിടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുവാൻ ഹരിതകർമ്മസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 2 ടേക്ക് എ ബ്രേക്കുകൾ ഗ്രാമപഞ്ചായത്തിന് ടൗണിലുള്ളതിന്റെ
രണ്ടിന്റെയും ചുമതല ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും അവർക്കൊരു അധിക വരുമാനമായി അതും നടന്നു വരുന്നു. ഒരു ഭാഗത്ത് മാലിന്യ സംസ്കരണത്തിന്റെ പുനരുപയോഗ സാധ്യതയുടെ ടേക്ക് എ ബ്രേക്കും വ്യക്തി ശുചിത്വത്തിന്റെ പരിസര മലിനീകരണത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം ഉത്സവ ആഘോഷ പരിപാടികളിലും പൊതുപരിപാടികളിലുമെല്ലാം കൊഴുപ്പേകുന്ന ഒന്നാണ് ചെണ്ടമേളം. ഹരിതകർമ്മസേനയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ചെണ്ടമേളത്തിന്റെ പരിശീലനവും കൊടുത്ത് വരും ദിവസം അതിന്റെ അരങ്ങേറ്റവും നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും മീനങ്ങാടിയുടെ വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പൊതു ശുചിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കാതലായ ഒരു പങ്ക് വഹിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. പാലക്കാട് ജില്ലയിലെ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബുവാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. ഞാൻ ചന്ദ്രബാബു, പാലക്കാട് ജില്ലയിലെ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിദാരിദ്ര്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതിദാരിദ്ര്യ സർവേ പ്രകാരം അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട 60 കുടുംബങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയത്. അവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനിന് പഞ്ചായത്ത് രൂപം കൊടുത്തു. ആ മൈക്രോ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? ചളവറ ഗ്രാമപഞ്ചായത്ത് കാർഷിക പ്രധാനമായൊരു പഞ്ചായത്താണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ല് തന്നെയാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായി ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ച കാലം മുതലേ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തരിശിട്ട കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്ത് നടത്തുകയുണ്ടായി. അത് പൂർണ്ണമായും ഫലപ്രാപ്തി കൈവരിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സമഗ്ര നെൽകൃഷി വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സമൃദ്ധി എന്ന പേരിലൊരു പ്രോജക്റ്റ് ഏതാനും വർഷങ്ങളായി നടപ്പാക്കി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കാർഷിക വൃത്തിയിൽ നിന്നും പിൻവലിഞ്ഞു പോയ നല്ലൊരു വിഭാഗം ആളുകളെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ആരോഗ്യ മേഖലയിലെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് നല്ല ഇടപെടലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലായി ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 5 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ സേവനത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് ഒരുപാട് പദ്ധതികൾ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആളുകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളോടുണ്ടായിരുന്ന സമീപനത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ദിവസേന OPയിൽ മറ്റേ 300 ആളുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചളവറയിലെ കുടുംബാരോഗ്യ കേന്ദ്രം. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും നല്ല നിലയിൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആ കുടുംബാരോഗ്യ കേന്ദ്രം വളരെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ദുരന്ത നിവാരണത്തിന് വേണ്ടി ദുരന്ത സാധ്യത മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ദുരന്ത നിവാരണം എന്ന ആ മേഖലയിൽ നമുക്ക് ഇടപെടുന്നതിന് കുറേ പരിമിതികളുണ്ട്. കാരണം കഴിഞ്ഞ 2018-ലും 2019-ലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ പ്രളയത്തിൽ നമുക്ക് 2-3 ഇടങ്ങളിൽ
ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ജീവപായമുണ്ടാവുന്ന അവസ്ഥയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് മറ്റേ കുന്നും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായ മഴ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുന്ന സംരംഭങ്ങളോടൊക്കെ തന്നെ പഞ്ചായത്ത് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും അതുപോലെ തന്നെ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പിന്നൊരു കാര്യം. അതിലിപ്പോൾ പഞ്ചായത്തിന് സ്വന്തമായ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ പൊതു ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങൾ ക്യാമ്പായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അവിടെ ശുചിമുറികളും ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി കൂടുതൽ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക വളണ്ടിയർ സംഘങ്ങൾ അത് കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ ഘട്ടത്തിലുമൊക്കെ തന്നെ നമ്മുടെ ടീമുണ്ടായിരുന്നു. ഏത് സമയത്തും അവരെ സജീവമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ നമുക്ക് രംഗത്തിറക്കാൻ കഴിയും. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾക്ക് രൂപകൽപ്പന നടത്തി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 27 അംഗൻവാടി കേന്ദ്രങ്ങളുണ്ട്. ഈ 27 അംഗൻവാടി കേന്ദ്രത്തിൽ ഒരു അംഗൻവാടിക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലം ഇല്ലാത്തത്. മറ്റെല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി സ്ഥലമുണ്ട്, സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ 2025-2026 വാർഷിക പദ്ധതികളിൽ ഒരു സംയുക്ത പദ്ധതിയായി നമ്മൾ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കുന്നതിന് വേണ്ടി 33 ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത ബഹുവർഷ പദ്ധതിയായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിലും ഈ മാർച്ച് 31 മുമ്പ് തന്നെ എല്ലാ അംഗൻവാടികളുടെയും ഈ സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അംഗൻവാടികളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും സർഗവേദി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആ ക്യാമ്പിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സർഗവാസനകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും സഹായകമായ വിധത്തിൽ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട്. അതുപോലെ അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ ഇതൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകാറുണ്ട്. സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. 10% പദ്ധതി വിഹിതത്തിൻ്റെ 10% വനിതാ ഘടക പദ്ധതിക്കായി ഓരോ വർഷവും നമ്മൾ നീക്കി വയ്ക്കുന്നുണ്ട്. അത് ഫലപ്രദമായി ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണവും അവർക്കിടയിലെ ദാരിദ്ര്യ ലഘൂകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീ സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ വളരെ ശക്തമാണ്. കുടുംബശ്രീ സംരംഭങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറേയേറെ ആരംഭിക്കാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആത്മവിശ്വാസവും ആത്മബോധവും വളർത്താൻ സഹായകമായ വിധത്തിലുള്ള നിരവധി പദ്ധതികൾ, ഇപ്പോൾ കരാട്ടെ പരിശീലനം പോലെ യോഗ പരിശീലനം പോലെയുള്ള പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കുറച്ചു മുന്നേ സൂചിപ്പിച്ചിരുന്ന നമ്മുടെ പഞ്ചായത്ത് കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ടൂറിസ്റ്റ് സാധ്യത കൂടുതലുള്ള ഒരു പഞ്ചായത്തായിരിക്കില്ല. അപ്പോൾ ടൂറിസ്റ്റ് മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? ടൂറിസം വികസനത്തിന് ഞങ്ങൾക്ക് ഉള്ളൊരു വലിയ തടസ്സമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥലമില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ വർഷക്കാലത്ത് ഒരു 4-5 മാസം വളരെ സജീവമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ആ മഴക്കാലം കഴിയുന്നതോടുകൂടി ആ വെള്ളച്ചാട്ടം നിൽക്കും. ഈ വെള്ളച്ചാട്ടം ഈ മഴക്കാലത്തൊക്കെ തന്നെ ധാരാളം സന്ദർശകരെത്തും. പക്ഷേ ഇതെല്ലാം സ്വകാര്യ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്യുന്നതിന്
നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്ഥലമില്ലാത്തതാണ് പല കാര്യങ്ങളിലും നമുക്ക് ഒരു പ്രശ്നമായി വരുന്നത്. പിന്നെ ഈ ഗൾഫ് പണത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായതുകൊണ്ട് ഭൂമിയുടെ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തിന് സ്ഥലം ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കുറേ പരിമിതികളുണ്ട്. അടുത്തത് ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. പഞ്ചായത്ത് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നതും നടത്താൻ പോകുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാം. ഞങ്ങൾ ഈ സാമ്പ്രദായികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ റോഡ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ കുടിവെള്ളം, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ അത് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ബൗദ്ധികവും ദൈക്ഷണികവുമായിട്ടുള്ള വികസനം കൂടി, ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു പക്ഷേ കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ലിറ്റററി ഫെസ്റ്റിവൽ ഈ മെയ് മാസത്തിൽ സംഘടിപ്പിക്കുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിലൈഡിൻ സഹായത്തോടു കൂടിയാണ്. ഞങ്ങൾ കില ഡയറക്ടർ ജനറലൊക്കെ ആയിട്ട് സംസാരിച്ചു. അതുപോലെ മറ്റേ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ സഹായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാലകളുടെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ഗ്രന്ഥശാലകൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ മുഖവിലയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗ്രന്ഥശാലകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫർണിച്ചർ പോലെ, ബുക്ക് ഷെൽഫ് പോലെ ഇതെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ 10-40ഓളം യൂത്ത് ക്ലബ്ബുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ആ യൂത്ത് ക്ലബ്ബുകൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ചില മാനദണ്ഡങ്ങൾ വയ്ക്കും. കാരണം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ സഹകരിക്കുന്ന ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായി സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവും ചളവർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻറ്റുമായ ICP നമ്പൂതിരി ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു ICP പുരസ്കാരം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത്. അതിൻ്റെ 5ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഈ മെയ് 27-ാം തീയതിയാണ് അത് നൽകുന്നത്. അത് ഓരോ മേഖലയിലും മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് ഞങ്ങളത് നൽകാറ്. ആദ്യത്തെ കൊല്ലം ഞങ്ങൾ നൽകിയത് ആരോഗ്യ മേഖലയിലെ പ്രവർത്തന മികവിനെ മുൻനിർത്തിക്കൊണ്ട് ശൈലജ ടീച്ചർക്കായിരുന്നു അവാർഡ് നൽകിയത്. 2ാമത്തെ വർഷം മാധ്യമ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു വെങ്കടേഷ് രാമകൃഷ്ണനാണ് കൊടുത്തത്. 3ാമത്തെ വർഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ T പത്മനാഭനാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയ ആസൂത്രണത്തിൻ്റെയും രംഗത്ത് അതിനെല്ലാം തുടക്കത്തിൽ നേതൃത്വം കൊടുത്ത പാലൊളി മുഹമ്മദ് കുട്ടി മുൻ മന്ത്രിക്കാണ് കൊടുത്തത്. ഈ വർഷം ഞങ്ങൾ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് ആ പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെയും ചിന്തകന്മാരെയും എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഇപ്പോൾ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ, അത് ഏറ്റവും ഫലപ്രദമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവബോധം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ നമുക്ക് ഈ ക്യാമ്പയിനിൽ സജീവമായി അണിനിരത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം സീറോ വേസ്റ്റ് ദിനമാണ് 30-ാം തീയതി. അതിനു മുമ്പ് എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ച് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനവും നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പഞ്ചായത്ത് കൂടിയാണ് ചളവറ ഗ്രാമപഞ്ചായത്ത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക്
ഉണ്ടാവാറുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ഞങ്ങളൊരു ശുദ്ധ നാട്ടിൻപുറമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പോൾ ഞാൻ 1995 പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്നതാണ്. 95-ലും 2000-ലും പ്രസിഡൻ്റായിരുന്നു. പക്ഷെ അന്നൊന്നും ജനകീയാസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഞങ്ങൾക്ക് അഭിസംബോധന ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. കാരണം ഒരു ശുദ്ധ നാട്ടിൻപുറ ഇപ്പം എന്താ വെച്ചാൽ നാട്ടിൻപുറങ്ങൾ അതിവേഗം നഗര സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടേതുപോലുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു മേഖലയായി ഇത് മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ അത് നമ്മുടെ പഞ്ചായത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നതിന് ചളവറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളും വികസനങ്ങളും കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർ. നമസ്കാരം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.